നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും ബൃഹത്തും വലുതുമായ തെരഞ്ഞെടുപ്പ് സർവേ നടത്തിയത് മറുനാടൻ മലയാളിയാണ്. മറുനാടൻ്റെ പ്രതിനിധികൾ എല്ലാ മണ്ഡലങ്ങളിലും പോയി എല്ലാ വീടുകളും പൊതുസ്ഥലങ്ങളും ബസ് സ്റ്റാൻഡുകളും മാർക്കറ്റുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിക്കുകയുണ്ടായി. നിലവിൽ ആര് ഭരണത്തിൽ വരും എന്നതിനെ ചൊല്ലി ഇടത് വലത് മുന്നണികൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ മറുനാടൻ്റെ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളൊക്കെ സത്യത്തിൽ ഊറിച്ചിരിക്കുകയാണ്. കാരണം ഗ്രൗണ്ട് റിയാലിറ്റി എന്തെന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ് മറുനാടന് വേണ്ടി സർവേക്ക് പോയിട്ടുള്ള മാധ്യമപ്രവർത്തകർ. ഈ മറുനാടൻ മലയാളിയുടെ സർവേയിൽ ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ സർവേ നടത്തിയത് ഞാനും എനിക്കൊപ്പമുള്ള ജസ്റ്റിനും അടങ്ങുന്ന ടീമുമായിരുന്നു. ഞങ്ങൾക്ക് ഈ സർവേയിൽ കിട്ടിയ ഫീഡ്ബാക്കാണ് ഇവിടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്തുകൊണ്ട് മറുനാടൻ്റെ സർവേ ആധികാരികവും അതുപോലെ തന്നെ വിശ്വസനീയവുമായി നിൽക്കുന്നു, ഏറ്റവും അടുത്ത് ഫലപ്രവചനത്തോടെ ഏറ്റവും അടുത്ത് വിജയസാധ്യത എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതൊക്കെ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളാണ്. അപ്പം ജസ്റ്റിന് എനിക്കൊപ്പം ഉണ്ട്. ജസ്റ്റിൻ, നമ്മൾ 3 ജില്ലകളാണ് നമ്മൾ കവർ ചെയ്തത്. നമുക്ക് വ്യത്യസ്തമായ മേഖലകളിലാണ് നമ്മൾ പോയത്, അല്ലേ? അതെ. നമ്മൾ പീരുമേടിൽ നിന്നാണ് തുടങ്ങുന്നത്. പീരുമേടിൽ നിന്ന് തുടങ്ങി നമ്മൾ എനിക്ക് കളമശ്ശേരിയിലാണ് നമ്മൾ അവസാനിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ജസ്റ്റിന് എന്താണ് തോന്നുന്നത്? എനിക്കത് തോന്നിയത്, നമ്മൾ 3 ജില്ലകളിലൂടെ മൊത്തം 13 മണ്ഡലങ്ങളാണ് നമ്മൾ ആകെ കവർ ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ ഇടുക്കിയുടെ ഒരു പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ളിടങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറേ കൂടി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരുന്നു. അതായത് കുറച്ച് ഒരു നിഷ്കളങ്കത കുറേയുള്ള മനുഷ്യരാണ്. അപ്പം സ്വാഭാവികമായിട്ട് അവരുടെ പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് അവർ മറ്റു തരത്തിൽ ഒരു കാവട്ടിയോ ഇല്ലാതെ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളായിരുന്നു. അതിൽ ഒരു 90% തന്നെയും ഗവൺമെൻറ്റിനെതിരെയും അതുപോലെ തന്നെ പിണറായി വിജയനെതിരെയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഉടുമ്പൻചോലയൊക്കെ പോകുമ്പോൾ അതും ഈ ഇടത് അനുകൂല മണ്ഡലമാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് പോലും നമ്മളത് കേൾക്കുമ്പോഴത്തേക്കും എത്രമാത്രം ഗവൺമെൻറ്റിനെതിരാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്നുള്ളതിനൊരു തെളിവായിരുന്നു. പിന്നെ പലരും തന്നെയാണെങ്കിലും നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ ഭയപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ പലരും എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളോട് സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ചിലപ്പോൾ സത്യം പറഞ്ഞ് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്ന് പലരും എന്നോട് നോക്കി പറയാം. ചിലരൊക്കെ ആണെങ്കിൽ ക്യാമറ ഓൺ ആണോ എന്ന് പിന്നെയും നേരിട്ട് ചോദിച്ച് അത് ബോധ്യപ്പെട്ടവർ വരെ ഉണ്ട്. അപ്പം അത്രമാത്രം പേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രമേഷ് പിഷാരടി പറഞ്ഞതുപോലെ ഈ ജനാധിപത്യം എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു പേടിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ പലയിടങ്ങളിൽ സാഹചര്യം എത്രമാത്രം നമ്മളറിയാത്ത ഭയപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളൊരു തെളിവായിരുന്നു അത്. നമുക്കറിയാം, നമ്മൾ കൂടുതൽ പോയത് തമിഴ് മേഖലകളിലാണ്. തമിഴ് മേഖല എന്ന് പറഞ്ഞാൽ തമിഴ് വംശജർ താമസിക്കുന്ന മേഖലകളിലാണ് നമ്മൾ പോയത്. അവർക്ക് നമ്മുടെ മലയാളം വായിക്കാൻ അറിയില്ലായിരുന്നു. മലയാളം വായിക്കാൻ അറിയാഞ്ഞിട്ട് പോലും അവർ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അതിനുള്ളിൽ പ്രതികരിച്ചത്. നമ്മൾ ആ ദേവികുളത്ത് ചെല്ലുമ്പോൾ നമ്മളൊരു കടയിൽ കയറിയപ്പോൾ ഒരാൾ വന്ന് നമ്മളോട് പറഞ്ഞു ഓർക്കുന്നില്ലേ, ഒരു ചായക്കടയിൽ കയറിയപ്പോൾ ഒരാൾ വന്ന് നമ്മളെ വിളിച്ചിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരുടെ ഒരു അവസ്ഥ സംസാരിച്ച് ഓർക്കുന്നത് ദേവികുളത്ത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പീരുമേട് നമ്മൾ തേയിലത്തോട്ടങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികൾ, നമ്മൾ ചായക്കടയിൽ കയറി അവർ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചു. പിന്നെ അതിലൊക്കെ ശ്രദ്ധേയമായത് എനിക്ക് തോന്നുന്നു, നമ്മൾ വാഗമണ്ണ് പോകുന്ന വഴിയിൽ ഒരു വീട്ടമ്മ പ്രതികരിച്ചല്ലേ? അതെ അതെ. അവർക്ക് ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നു, എങ്കിലും അവരുടെ ഭർത്താവ് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളിവിടെ സ്ഥാപനമായിട്ടിരിക്കുന്നതാണ്, ഞങ്ങൾക്കിത് പറയാൻ ഭയമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഈ എനിക്കപ്പോൾ തോന്നിയൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ CPM എത്രത്തോളം മനുഷ്യരെ പേടിപ്പിച്ച് നിർത്തിയാണ് തങ്ങളുടെ ഭരണമെല്ലാം നിലനിർത്തുന്നത്. ഇപ്പം നമ്മൾ ഈ SFIയുടെ കഥ പറഞ്ഞു കഴിയുമ്പോൾ കോളേജിൽ അവർ വലിയ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമെങ്കിലും അവരുടെ ഗുണ്ടായുസവും അക്രമവും കാണിച്ചാണ് അവർ മിക്കയിടങ്ങളും നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു പതിപ്പ് പോലെ ആണ് എന്ന് എനിക്ക് തോന്നിയോ അവിടെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തോന്നിയപ്പോൾ? ചിലർ വിചാരിച്ച നമ്മൾ ഏതോ ഒരു പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് വന്നവരാണ്, സംഭാവനയ്ക്ക് വന്നവരാന്ന് കരുതി ഓടിപ്പോയവരുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് വന്നതാണ്, നിങ്ങളോട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തറയാണെന്ന് തോന്നുന്നു, നമ്മളൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അച്ഛനും മകളും കൂടെ വന്നിട്ട് നിങ്ങളെ എന്തുകൊണ്ട് നിങ്ങളുടെ ഈ ഇത് പൊളിഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചു. അതെ അതെ, തൃപ്പൂണിത്തറ തന്നെയാണ്. അതെ. അപ്പം നമ്മൾ ഫോം കൊടുത്തു, അദ്ദേഹം ഇത് ഫില്ല് ചെയ്യാനൊക്കെ തയ്യാറായിരുന്നു. പക്ഷെ നമ്മുടെ ഈ നമ്മൾ കൊണ്ടുപോയ ബോക്സ്, ഈ ബാലറ്റ് പൂരിപ്പിച്ചിടാനുള്ള ബോക്സിൻ്റെ ആ
മൗത്ത് ഇച്ചിരി കീറിയിരിക്കുന്ന കണ്ടുകൊണ്ട് പുള്ളി അതിനകത്തോട് അകത്തോട്ട് നോക്കുകയും ഇത് നിങ്ങൾ ഞങ്ങളെ കുരുക്കാൻ വന്നതല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ച് ഓർക്കുന്നില്ലേ? ഉണ്ട് തീർച്ചയായും. അപ്പം പലർക്കും ആ ഒരു അതിനെക്കുറിച്ച് എനിക്കൊന്നും ഒരു അറിവില്ലാത്തതിൻ്റെ പ്രശ്നമാകാം. അതുകൊണ്ട് ഈ എന്താണ് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ എന്താണ് അവരുടെ വോട്ട് ആർക്കാണെന്ന് പിന്നെ പുറത്തു ആയാലോ എന്ന് പേടിക്കുന്നത് കൊണ്ടാവാം, അങ്ങനെയൊക്കെ അവരുടെ ഒരു ഭയമാവാം എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ആറന്മുള മണ്ഡലത്തിൽ ഒരു അമ്മച്ചി അത് ജസ്റ്റ് അല്ലേ ഷൂട്ട് ചെയ്തത്? അതെ അതെ. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സംഭവം? അതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അത്രയും പ്രായമുള്ളതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു ഭയമില്ലായിരുന്നു. അതാണ് ആദ്യം തോന്നിയത്. പിന്നെ കമൻറ്റുകളൊക്കെ ആണെങ്കിലും ഒരു 90% അവരെ വളരെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് നമ്മുടെ പോസ്റ്റ് ചെയ്തപ്പം കമൻറ്റുകൾ വന്നത്. പക്ഷേ ആ കൂട്ടത്തിൽ തന്നെ ചിലർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന കാര്യം ഉള്ളതാണ് എന്നുള്ളത് മറ്റൊരു വസ്തുത. അതൊന്ന് അംഗീകരിച്ച് തരാൻ ഇവർക്ക് പറ്റത്തില്ല എന്നുള്ളതിന് തെളിവായിരുന്നു അവരെ ഈ ചുമ്മാ ഇരുന്ന് തെറി വിളിക്കുക എന്നുള്ളത്. അതൊരു നല്ല കാര്യമല്ലല്ലോ. നമ്മുടെ അടിമാലിയിലെ മറിയക്കുട്ടിച്ചേട്ടത്തിയെ പോലെയുള്ള ഒരു മറ്റൊരു അതേപോലെയുള്ള. അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇവർ പറഞ്ഞ ഒരു കാര്യം, എനിക്കൊരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല, എനിക്ക് ഇത്രത്തോളം പ്രായമായി. സത്യത്തിൽ നമ്മളുടെ മൈക്കിന് മുന്നിൽ വന്ന് രാഷ്ട്രീയക്കാരല്ലാതെ ഒരാൾ പ്രതികരിച്ചതാണത്. അതെ. ഇപ്പം നമ്മൾ ചിലതിനകത്തൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ആഭിമുഖ്യമുള്ളവരാണ് നമ്മളോട് പ്രതികരിച്ചത്. പക്ഷേ ഈ അമ്മച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ അവർ സത്യസന്ധമായിട്ട് പ്രതികരിക്കും. അവർക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ ആഭിമുഖ്യം ഉണ്ടായിട്ടില്ല. അവരിവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് പ്രതികരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ആർക്കും ഇല്ലാത്ത ഒരു ധൈര്യമാണ് നമ്മൾ അത്തരം പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ന്യൂസ് മലയാളം പോലുള്ള ചാനലുകൾ പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും പിണറായിക്ക് അനുകൂലമാണ് ജനങ്ങൾ എന്നൊക്കെ പറയും. നമ്മൾ ഇത്തരം പ്രതികരണങ്ങൾ ഈ പറയുന്ന പോലെ നമുക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ കിട്ടിയതും കിട്ടാതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം പെയ്ഡ് സർവേകൾ വരുന്നത്. അപ്പോൾ വാസ്തവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചിരിക്കുകയല്ലാതെ ഇത് കാണുമ്പോൾ വേറെ ഒന്നും അതിനകത്ത് തോന്നുകയില്ല. അല്ല, അത് തന്നെയാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ആ ഗ്രൗണ്ട് റിയാലിറ്റി കണ്ട് മനസ്സിലാക്കി വന്ന നമ്മുടെ മുന്നിലേക്കാണ് ഇവർ ഈ സ്വന്തമായിട്ട് സ്റ്റുഡിയോ റൂമുകളിൽ ഇരുന്നു കൊണ്ട് അവരുടെ രാഷ്ട്രീയ പക്ഷപാതിത്വം അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ സർവേയിൽ ഇങ്ങനെയാണ്, ഞങ്ങളുടെ സർവേ. ഇവരെവിടെ സർവേ നടത്തി? നമ്മൾ പോയ ഒട്ടുമിക്ക മണ്ഡലങ്ങളും നമ്മൾ കവർ ചെയ്ത ഇടത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ചോദിച്ചു, നിങ്ങൾ വേറെ ആരെങ്കിലും സർവേ ടീമിനെ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ എന്താ മറുപടി പറഞ്ഞു? മിക്കവരും പറഞ്ഞത് ആദ്യത്തെ സംഭവമാണ്. പലരോടും അവർക്കിത് കേട്ടപ്പോഴും ആദ്യത്തെ സംഭവം ഇത് മുമ്പ് ഇങ്ങനെ ആരും വന്നിരുന്നു ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. പലർക്കും ഒരു പുതിയ അനുഭവമായിരുന്നു ഇങ്ങനെ സർവേ എടുക്കുന്നു എന്ന് കേട്ടപ്പോൾ. പിന്നെ മിക്കയിടങ്ങളിൽ ചെന്നപ്പോൾ പ്രത്യേകിച്ച് ഇടുക്കി മേഖലയിലൊക്കെ സാറിൻ്റെ തന്നെ ഒരുപാട് ആരാധകരുള്ളതായിട്ട് എനിക്ക് മനസ്സിലായി. കാരണം ചിലയിടങ്ങളിലൊക്കെ നമ്മൾ ഈ ഫോമുമായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഈ ലൂസ് സ്റ്റോക്ക് ഇരുന്ന് കാണുന്നവരും സാറിൻ്റെ വീഡിയോ തിരുവല്ല ഒരിടത്ത് ചെന്നപ്പോൾ അവിടെ സാറിൻ്റെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ നിന്ന് നല്ല നല്ല രീതിയിലുള്ള പ്രതികരണം കിട്ടി. അതുപോലെ മോശം നമുക്ക് അത് കൂടുതലായിട്ട് മറ്റൊന്നും തരത്തില്ലെങ്കിലും എന്താണ് മോശമായ വാക്കുകൾ കേൾക്കേണ്ടി വന്നാലും അത് നമ്മുടെ ജോലി ഈ ചെവി കൂടി കേട്ട അടുത്തതിൽ ഒരു കളയുക എന്ന പോലെ അത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരത്തെ ഒരു ധാരണയുണ്ടായിരുന്നു, ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകയാണെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ നമ്മുടെ ആ ധാരണ നമ്മളെ തിരുത്തിച്ചു കളഞ്ഞു നമ്മുടെ ഈ സർവേ. ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചെന്ന 10 പേരുണ്ട്, 3-4 പാർട്ടിയിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർ പല രീതിയിൽ അവരാണ് കൃത്യമായിട്ട് പ്രതികരിച്ചത്. അങ്ങനെ പ്രതികരിച്ച് ആൾക്കാർ നമുക്ക് ബൈറ്റ് തന്നവരുമുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നിയൊരു കാര്യം, നല്ല രീതിയിൽ രാഷ്ട്രീയത്തെ കുറച്ചും കൂടി വിശകലനം ചെയ്യുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെയാണ്. അപ്പം അവരുടെ പ്രതികരണങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു. അവരുടെ പലരും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കൂടുതൽ ആൾക്കാരും പ്രതികരിക്കാൻ മടിക്കുന്നവരായിരുന്നു, ക്യാമറയ്ക്ക് മുമ്പ് പ്രതികരിക്കാൻ മടിക്കുന്നവരായിരുന്നു. പിന്നെ നമ്മൾ റാന്നി ബസ് സ്റ്റേഷനിൽ കയറിയപ്പോഴേ അതെ ബസ്സിനുള്ളിൽ ഡ്രൈവർമാരും കണ്ടക്ടർമാരും പ്രതികരിച്ചു. റാന്നിയിലെ ഇത് കുറെ കൂടി എനിക്കൊന്നും ബാക്കിയുള്ളവർ മോശമാണെന്നല്ല, പക്ഷേ കുറച്ചും കൂടി പ്രതികരിക്കുന്ന തരത്തിലുള്ള ആൾക്കാരെ കണ്ടുമുട്ടിയത് റാന്നി മണ്ഡലത്തിൽ വെച്ചായിരുന്നു. അതെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ റാന്നി തന്നെ ചെല്ലുമ്പോൾ അവിടെ യാത്രക്കാർ നമ്മൾ അവിടുത്തെ പല വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതെ. നിങ്ങൾക്ക് എന്താണ് ഇവിടുത്തെ MLA കുറിച്ച് അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ അവർ ബസ് സ്റ്റാൻഡ് കാണിച്ച് നമ്മൾ നിന്നത് തന്നെ ഒരു കുഴിക്കകത്ത് മുഴുവൻ വെള്ളമാണ്, ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് അവർ പറയാതെ പറഞ്ഞു. ചില ആൾക്കാർ ബൈറ്റ് തന്നു. അതുപോലെ തന്നെ നമ്മൾ കുറേ സൈഡ് സ്റ്റോറികൾ നമുക്ക് കൃത്യമായിട്ട് വരികയും ചെയ്തു. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു വലിയ ഒരു രാഷ്ട്രീയ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, മിക്ക സ്ഥലത്തും നമ്മൾ മനസ്സിലാക്കിയത് ശക്തമായ പിണറായി വിരുദ്ധ വികാരം എന്നുള്ളതാണ്. ഭരണവിരുദ്ധം എന്നതിനേക്കാൾ ഉപരി പിണറായി വിരുദ്ധ വികാരം. അതെ. നമ്മളത് റാൻഡം സാമ്പിളായിരുന്നു. നമ്മൾ വീടുകളിലൊക്കെ കയറിയപ്പോൾ എല്ലാ ആൾക്കാരും ആവേശത്തോടെ വന്നാണ് നമ്മുടെ അടുത്ത് വോട്ട് രേഖപ്പെടുത്തി. അപ്പം നമ്മുടെ ആ സർവേയിൽ നമ്മൾ ഇടുക്കിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത 2 മണ്ഡലങ്ങൾ, ഒന്ന്
ഇടുക്കിയും മറ്റൊന്ന് ഉടുമ്പൻചോലയും. ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോലയിൽ ജനം ഒന്നടങ്കം നമ്മളോട് പറഞ്ഞത് മണിയാശാനായിരുന്നെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്തത്. അതെ. പക്ഷേ മണിയാശാനെ മാറ്റി നിർത്തിയതാണ് ഞങ്ങളുടെ വിഷയം. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, നമ്മളൊക്കെ പുറമേ നിന്ന് എം മണി എന്ന് പറയുന്ന ആള് വായി വരുന്ന വിളിച്ചു പറയുന്ന ഒരാള് പിന്നെ സ്ത്രീകളെയും ഒക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്ന് നമ്മൾ ഈ ആൾക്കാരെ ഫോം കൊടുക്കുമ്പോൾ ഉള്ളിലൊരു ചെറിയ പേടിയുണ്ട്. കാരണം ഈ എൻ്റെ ഒരു വിചാരം ഉടുമ്പൻചോല ആയതുകൊണ്ട് സ്വാഭാവികതന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു കുത്തക മേഖലയാണ്, കോട്ടയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയധികം വിമർശിക്കുമ്പോൾ അവരുടെ ഇടയിൽ ചെല്ലുമ്പോൾ അവർ മോശമായിട്ട് എന്തെങ്കിലും പറയുമെന്ന് ഭയപ്പെട്ടിരുന്നു. പക്ഷേ അതിനൊക്കെ നേർ വിപരീതമായിട്ട് അവർ വളരെ നിഷ്കളങ്കമായിട്ട് തന്നെ വെറുതെ ഇരിക്കും, ഉള്ളിലുള്ള കാര്യം അതുപോലെ വളരെ നിഷ്കളങ്കമായിട്ട് പറയുകയും ചെയ്ത ആൾക്കാരായിരുന്നു. അപ്പം എൻ്റെ ഒരു ധാരണ മാറ്റിയൊരു സാഹചര്യമായിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ കോന്നി നിയോജക മണ്ഡലത്തിൽ ചെന്നപ്പം അതുപോലെ തന്നെ ചർച്ച വേറെയായിരുന്നു അടൂർ പ്രകാശിന്റെ പേരാണ്. അതായത് അവിടുത്തെ വോട്ടർമാർ ഇപ്പോഴും അടൂർ പ്രകാശിനെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു അത്. കാരണം ഇപ്പം നമ്മളോട് പ്രതികരിച്ച കുറച്ച് പേര് കോൺഗ്രസ്സുകാരായിരുന്നെങ്കിൽ അല്ലാത്ത കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു അടൂർ പ്രകാശ് ആയിരുന്നെങ്കിൽ ഇവിടെ പ്രചാരണത്തിന് ആവശ്യം പോലും ഇല്ലായിരുന്നു എന്നാണ് ചിലർ പറഞ്ഞത്. അപ്പം അടൂർ പ്രകാശ് അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്ന കുറച്ച് ആൾക്കാർ ആ മണ്ഡലത്തിലുണ്ടായിരുന്നു ഉള്ളത്. അദ്ദേഹം തുടങ്ങി വെച്ചതൊക്കെ ജനീഷ് കുമാർ പൂർത്തിയാക്കിയതേ ഉള്ളൂ. ജനീഷ് പുതുതായിട്ടൊന്നും കൊണ്ടുവന്നില്ലെന്നാണ് അവർ പറയുന്നത്. അതെ, അതൊരു സത്യമാണ്. അതിനകത്ത് നമുക്കറിയാം കോന്നി മെഡിക്കൽ കോളേജ് ആണെങ്കിലും മലയോര ഹൈവേ, ചിറ്റാർ അച്ചൻകോവിൽ തമിഴ്നാട്ടിലോട്ട് പോകുന്ന മലയോര ഹൈവേ നമ്മൾ വരുമ്പോൾ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിറ്റാർ വരുമ്പോൾ നമുക്കറിയാം, ചിറ്റാർ എന്ന് പറയുന്നത് ചിറ്റാർ സേത്തോട് ജനീഷിന്റെ ജന്മസ്ഥലമാണ്. അവിടെ മൃഗീയമായ എല്ലാവരും ഇവിടെ നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല, ഇത് തന്നെയാണ്, നമുക്കറിയുകയും ചെയ്യാം. പക്ഷെ നമ്മൾ തണ്ണിത്തോട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് കളം മാറി. തണ്ണിത്തോട്ടി വന്നപ്പോഴത്തേക്ക് ജനീഷിന് നേരെ ഓപ്പോസിറ്റായി. പിന്നെ നമ്മൾ ബാക്കി ഭാഗങ്ങളിലേക്കൊക്കെ പിന്നെ വകയാറും ഏനാദിമംഗലം ഒക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു ഏകദേശ പൾസ് പിടികിട്ടി. ആ ഒരു പൾസ്, അതുപോലെ റാന്നിയിലും നമുക്ക് ഏതാണ്ട് നമ്മൾ വിലയിരുത്തിയ രീതിയിലേക്കാണ് പിന്നീട് ഈ പോളിങ്ങും വന്നത്, കാര്യങ്ങളും കയറി വന്നത്. അപ്പം നമ്മളൊരു കാര്യം, ഒരു സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു നമ്മൾ അരിവെന്തോന്ന് നോക്കാൻ എല്ലാ ചോറെടുത്ത് നോക്കിയാൽ മതി എന്ന് പറയുന്ന പോലെ ഇതിപ്പോൾ നമ്മൾ അത് സത്യമാണ് ഇതെടുത്തത്. പക്ഷേ ജനങ്ങളുടെ മനസ്സും അരിയും രണ്ടാണല്ലോ. എങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സാകുന്ന ആ അരി നമ്മൾ ഞെക്കി നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ ഒരേ ഒരു വികാരം ഈ ഭരണവിരുദ്ധ വികാരമാണ്. അത് ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് ഇവിടുത്തെ LDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ സൈബർ സംഘത്തെ ഉപയോഗിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം വേറെ ഒരു മാധ്യമ സ്ഥാപനവും ഗ്രൗണ്ട് ലെവലിൽ സർവേ നടത്തിയിട്ടില്ല. ഇനി അവർ ഏജൻസികൾക്ക് കൊടുത്തിട്ടുണ്ടാവും, ഏജൻസികൾക്ക്. പക്ഷേ ആ ഏജൻസികൾ പോലും ഈ സർവേയോട് നീതി പുലർത്തിയിട്ടില്ല. ഏത് ഏജൻസി ആണെങ്കിലും അവരുടെ സാമ്പത്തിക താല്പര്യം ഒരു ഘടകമാണ് ഇതിനകത്ത്. നമുക്ക് തന്നെ അറിയാം നമ്മൾ എത്ര രൂപ ചെലവഴിച്ചിട്ടാണ്, നമ്മുടെ ഒരു ദിവസം ചെലവ് തന്നെ എത്ര രൂപയെ. അപ്പോൾ അത്രയും വലിയ കടുത്ത ചെലവ് വഹിച്ചുകൊണ്ടാണ്, അതും കൊടും ചൂടത്താണോ എന്ന് ഓർത്തോണം. നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടായി. കാരണം എങ്കിൽ പോലും നമ്മളുടെ ഈ ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള ആ ഒരു പ്രതികരണമൊക്കെ വന്നപ്പം ഭയങ്കര. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ ആവേശപൂർവ്വം ജനങ്ങൾ പ്രതികരിച്ച കൂട്ടത്തിൽ തന്നെ പ്രതികരിക്കാതിരുന്ന മണ്ഡലത്തെക്കുറിച്ച് പറയണമല്ലോ. അപ്പം അത്തരത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത് ഒന്ന് തൊടുപുഴയായിരുന്നു. തൊടുപുഴയിലെ ജനങ്ങൾക്ക് എന്തോ അവർക്കൊരു പക്ഷെ താല്പര്യമില്ലായ്മയാകാം എന്ന് ഞാൻ കരുതുന്നു. അവിടെ കുറെ പേര് ഇതിനോട് അത്ര ഒരു വിമുഖത അത്ഭുതപ്പെടുത്തി കളഞ്ഞു അല്ലേ. അതെ, കുറച്ച് അവരും ആവേശപൂർവ്വം പ്രതികരിക്കുന്നതായിരുന്നു ഞാൻ കരുതി. പക്ഷെ അവിടെ നേരെ അതിന് ഓപ്പോസിറ്റ് സംഭവിച്ച ഒരു തണുപ്പൻ പ്രതികരണമായിരുന്നു അവിടുത്തെ ആ മണ്ഡലത്തിൽ. പിന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ തിരുവല്ല, ഈ രണ്ട് മണ്ഡലങ്ങളാണ് ഒരു തണുപ്പൻ രീതിയിൽ പ്രതികരിച്ച. കോൺഗ്രസ് മത്സരിക്കുന്നതുകൊണ്ടാണോ എന്നൊരു സംശയമുണ്ട്. അതും സംശയിക്കുന്നു. കേരള കോൺഗ്രസിന് മത്സരിക്കുന്നതുകൊണ്ടാണ് എന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. കാരണം തൊടുപുഴയാണെങ്കിലും തിരുവല്ലയാണെങ്കിലും തിരുവല്ലയിൽ പോളിംഗ് ശതമാനം കുറയുകയും ചെയ്തു, ശ്രദ്ധിച്ചറിയാം. തൊടുപുഴയിലെ നമ്മൾ പിന്നെ നോക്കിയില്ല പോളിംഗ് ശതമാനത്തിനുണ്ടെന്ന്. ഈ തിരുവല്ലയിൽ നല്ലപോലെ പോളിംഗ് ശതമാനം കുറവാണ്. അത് പിന്നെ എല്ലാ തവണയും അവിടെ അങ്ങനെയാണ്. അത് ഒന്നാമത്തെ കാര്യം, ഈ സ്റ്റുഡൻസ് കന്നി വോട്ടർമാരടക്കമുള്ള ഒരു വലിയ വിഭാഗം സ്റ്റുഡൻസ് ഇങ്ങോട്ട് പോവാണ്, വിദേശത്താണ്. പിന്നെ ഈ പ്രവാസികളാണല്ലോ മിക്കത്. അതുകൊണ്ട് തിരുവല്ല, മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് ഇത് കുറഞ്ഞു നിൽക്കും. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും പിന്നെ ഉടുമ്പൻചോല ചെന്നപ്പോഴാണ് ഒരാൾ ഞാൻ കൊടുത്ത ഫോം എടുത്തിട്ട് എന്നെ ഏതാണ്ടൊക്കെ പറഞ്ഞു, തമിഴിലാണ് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ മലയാളികൾ കുറേ മലയാളം അടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്,
അവർക്ക് തമിഴിൽ കൊണ്ടുവന്ന് കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ വായിക്കാൻ അറിയത്തില്ലേ പറഞ്ഞുതരാം, അല്ല നമ്മളിത് ചെയ്യത്തില്ല എന്നും പറഞ്ഞ് ഒരാൾ ചെയ്യാതിരുന്നപ്പോഴത്തേക്ക് ഒരു 3 പേര് അപ്പോൾ നമ്മൾ ചെയ്യത്തില്ല, അവരവസാനം നമ്മളോട് ചൂടാകുന്ന ഒരവസരം. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ അതേപോലെ തന്നെ ഞങ്ങളോട് എന്താണ് ചായ നൽകാനും അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിൽ കഴിച്ചോന്നൊക്കെ ചെയ്ത് സ്നേഹപൂർവ്വം ഇടപെട്ട ഒരുപാട് ആൾക്കാരും ഇതേ മണ്ഡലത്തിൽ തന്നെ എനിക്കുണ്ടായി. എന്നോട് അങ്ങനെ ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം കുറേയൊക്കെ നമുക്ക് എന്താണ് ഈ എനിക്ക് ഇത്രയും നമ്മൾ ഈ 3 ജില്ലകളായി 13 മണ്ഡലം കവർ ചെയ്തപ്പോഴും നമ്മുടെ ഈ ഒരു പൊതുധാരണകളുണ്ടല്ലോ, ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഉടുമ്പൻചോല ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പ്രതികരിക്കുക, അങ്ങനെ ഒരു പൊതുധാരണ മൊത്തത്തിൽ ഒരു മാറ്റിമറിക്കാൻ എനിക്ക് തോന്നി ഈ ഒരു സർവേ യാത്ര മൊത്തത്തിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആ T20 മത്സരിക്കുന്നിടത്ത് പോലും കുന്നത്തുനാട് T20 അല്ല 2020 മത്സരിക്കുന്ന കുന്നത്തുനാട്ടിൽ ചെന്നപ്പോൾ ചില ആൾക്കാർക്ക് നമ്മളോടൊരു ചെറിയ ഇതുപോലെ തോന്നി, അവർ അതിനകത്ത് സഹകരിക്കാൻ തയ്യാറായില്ല. അതുപോലെ എനിക്ക് തോന്നുന്നു ഇടുക്കി മേഖലയിൽ ചില ഭാഗത്ത് ചില ആൾക്കാർ നിസ്സഹകരിച്ചു. ഞാൻ പിന്നെ എന്നെ അതിശയപ്പെടുത്തി. നമ്മൾ റാന്നി മണ്ഡലത്തിൽ ചുങ്കപ്പാറ ചെന്നപ്പോൾ ഒരാൾ വന്നിട്ട് നമുക്ക് ആദ്യമേ എല്ലാം പൂരിപ്പിച്ചൊക്കെ തന്നു. അതിനുശേഷം അദ്ദേഹം നമ്മുടെ ഷായസ്കറിയ പറയുന്നൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മളായിട്ടൊരു ആർഗ്യുമെൻറ്റിന് വന്നു. ഉണ്ടായിരുന്നല്ലോ, INL-ന്റെ നേതാവാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഒരു വേദി കൊടുക്കാതെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ട. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ ധൈര്യപൂർവ്വം പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ള എന്തും നമുക്ക് കൊടുക്കാം. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇവിടെ ഒരു ഉസ്താദ് വന്നിരുന്നു, അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അദ്ദേഹത്തിന് ഒരു വേദി കൊടുത്തു. അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ എനിക്ക് പറയാനുള്ള അവസരം ഒന്ന് തരണമെന്ന് പറഞ്ഞു. നമ്മൾ അതേപോലെ നമ്മൾ ഈ നേതാവിനോടും പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു കൊടുത്തു ഇപ്പം തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം. പക്ഷെ അതിനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഇല്ല. കാരണം അദ്ദേഹം ഒരു സംവാദം നടത്താൻ അദ്ദേഹം മാത്രമല്ല, നമ്മൾ തിരുത്തി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. സാറ് കൂടുതൽ വിമർശിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ്. ഇസ്ലാം ഒന്നേ ഉള്ളൂ, പൊളിറ്റിക്കൽ ഒന്നും ഇല്ല എന്നാണ്. അതെ. അപ്പോൾ എല്ലാ ഇസ്ലാമിനും ഒരു മുഖമാണെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെച്ചത്. എന്തായാലും നമ്മളൊരു ഗ്രൗണ്ട് റിയാലിറ്റി ഞങ്ങൾ ഈ സർവേ നടത്തി കഴിയുമ്പോൾ ഞങ്ങൾ പോയ ആൾക്കാരെന്നുള്ളത് ഞങ്ങളിപ്പോൾ പറഞ്ഞ 3 ജില്ലയിൽ, ഈ 3 ജില്ലയിലെ ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ളത് അതിശക്തമായ UDF തരംഗം എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ പോയി കണ്ട ആൾക്കാർ CPM-ന്റെ പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്. അവരൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ലെ, പിണറായി വിജയൻ്റെ പേരിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായതിനാൽ പിണറായി വിജയനെ ഞങ്ങളാരും ഇഷ്ടപ്പെടുന്നില്ല, അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുന്ന ഞങ്ങളാരും ഇഷ്ടപ്പെടുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കേണ്ടത് അത് ആവശ്യമാണ്, അതിന് അദ്ദേഹം ഒരിക്കൽ അധികാരത്തിൽ വരാതിരിക്കണം, ഒരു ചേഞ്ച് വരട്ടെ എന്നുള്ള രീതിയിലാണ്. ഈ ഒരു പ്രതിഫലനം വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ അതിശക്തമായൊരു തരംഗമാണ് UDF-ന് തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ് തീർച്ചയായ കാര്യം.